പറയണം നിങ്ങളും ഇതുപോലത്തെ ഒരു പെൺകുട്ടിയാണോന്ന്. മുടി കെട്ടണ്ട, കുളിക്കണ്ട, പിന്നെ ഫുഡ് മൂഡ് സിങ്സ് എല്ലാം പണ്ടായിരുന്നെങ്കിൽ എനിക്ക് 2 ദിവസം മുന്നേ വരും. അടയ്ക്ക് ഒതുങ്ങി ഇരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം സംഭവിക്കൂല. നല്ല കറി അവിടെ പണിയെടുക്കുന്നവർക്ക് ഒരു വൃത്തിയാണ്. എണ്ടത് മോക്ക് കരിമീൻ പൊള്ളിക്കണ്ടേ, കരിമീൻ കൊണ്ടുവരുന്ന പ്രാവശ്യത്തേക്ക് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം എനിക്ക് ബോറടിക്കും. അപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചാൽ എനിക്ക് ആ ബോറടി മാറും. അപ്പം ഞാനൊരു ബ്ലോഗ് ആയിട്ട് അയച്ചു. പാർവതി അമ്മക്ക് നാട്ടിൽ പോയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് എണീക്കാൻ മടിയാണ് ഗൈസ്. സമയം ഒരു 11 മണി, എന്നിട്ട് പോലും ഞാൻ എണീറ്റിട്ടില്ല. ഫുഡ് കഴിക്കാൻ മടിയുണ്ട്, ഫുഡ് ഉണ്ടാക്കാൻ മടിയുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ മടിയുണ്ട്. എനിക്ക് വെറുതെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ആനന്ദം. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ രാത്രി കിടന്നത് ഇവിടെ, പക്ഷെ രാവിലെ എഴുന്നേക്കണത് ഈ അലമേറേൻ്റെ അടുത്ത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. വിശക്കുന്നുണ്ട്. വിശന്നപ്പോഴാണ് എൻ്റെ ഉറക്കത്തിൻ്റെ ആ ഒരു സംഭവം പോയത്, ആ ഫ്ലോ അങ്ങോട്ട് പോയത്. സംസാരിക്കുമ്പോൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് ഭയങ്കര ഒരു ബാസുള്ള സൗണ്ടാണ്. കേൾക്കുന്നില്ല നിങ്ങൾ? അർജുൻ ദാസിൻ്റെ പെങ്ങളല്ല, അർജുൻ ദാസിൻ്റെ ആരുമില്ല, ഒന്നുമില്ല. ഞാൻ മമ്മിയോടും പാർവതിയോടും പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറേ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് പ്രൊഡക്റ്റീവ് ആവണം, ആക്റ്റീവ് ആവണം. അത് മാത്രമല്ല, എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ആലപ്പുഴയ്ക്ക് ഇല്ല, അടുത്ത പ്രാവശ്യം വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ ഞാൻ വിട്ടത്. ഞാൻ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ പാർവതി കാണുന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾ പോയപ്പാട് കിടന്നുറങ്ങി, പിന്നെ ഇപ്പോഴാണ് എണീച്ചത്. എന്നിട്ട് ഇപ്പം ഞാൻ ചിലപ്പോൾ പല്ലേച്ച് ഫുഡ് കഴിച്ചിട്ട് ആദ്യം ഉറങ്ങും. ഇതാണ് എൻ്റെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത്ര നാളെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. വിശക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിന്നണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണമായിരുന്നു. പക്ഷെ ഇവിടുന്ന് മമ്മി പാർവതിനെ എങ്ങനെ കാണണം അതേപോലെ എന്നെ കണ്ടിട്ട്, സ്വന്തം മോളെ പോലെ കണ്ടിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി തരിക, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, എല്ലാം ചെയ്തു തരുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പോ മടി കൂടി ഗൈസ്. എനിക്കിപ്പോ സ്വന്തം കാര്യം നോക്കുമ്പോൾ ഭയങ്കര മടിയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തു തന്നാൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ സ്കിൻ കെയറിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇനി ഞാൻ നേരെ പോയിട്ട് കുളിച്ചിട്ട് വേഗം വരാം. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾ പറയണം നിങ്ങളും ഇതുപോലത്തെ ഒരു പെൺകുട്ടിയാണോന്ന്. എന്താണെന്നറിയില്ല, പീരീഡ്സ് ആവണ സമയത്ത് എനിക്ക് ഇതുപോലെ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇടണം, പിന്നെ കമ്മല് മാല കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കണം, പിന്നെ കുളിച്ച് ഫ്രഷ് ആവണം രാവിലെ തന്നെ, പിന്നെ മുടിയൊക്കെ കെട്ടി ഒതുക്കി വെക്കണം. ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു പാവം കുട്ടീനെ പോലെ ഇങ്ങനെ ഒതുങ്ങി, എന്താ പറയുക, നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ഒരു മൂലക്ക് ഇരിക്കണം. അത് എനിക്കറിയില്ല. പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റമാണ്. ഒരു 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 പാവം കുട്ടിയാവുകയാണ് ഞാൻ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ പീരിയഡ്സ് ആവണേന്റെ ഒരു 2 ദിവസം മുന്നേ ആണെങ്കിലോ ഭയങ്കര ദേഷ്യം. എനിക്ക് ഡ്രസ്സ് അറിയോ ഏതെങ്കിലും പറക്കിട്ടാൽ മതി, ഒരുങ്ങി നടക്കണ്ട, മുടി കെട്ടണ്ട, കുളിക്കണ്ട, പിന്നെ ഫുഡ് വേണ്ട, ദേഷ്യപ്പെടല്, ആരെങ്കിലും തലമ്മ കയറല്, പിന്നെ എന്താ പറയാ മൂഡ് സിങ്സ് എല്ലാം പണ്ടായിരുന്നെങ്കിൽ എനിക്ക് 2 ദിവസം മുന്നേ വരും. അതെന്താ സംഭവം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ അനുഭവിക്കുന്ന പെൺകുട്ടിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. യെസ്, ഐ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈത്തപ്പഴം ഇടാം. നിങ്ങളുടെ ഡേറ്റ്സ് വർക്കിംഗ് ആവുമെന്ന് അറിയില്ല, ബ്ലെൻഡർ. ഓക്കെ, ഒരു പഴം ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാർവതിൻ്റെ ഡാഡി കുറച്ച് ഡേറ്റ്സും പിന്നെ അണ്ടിപ്പരിപ്പും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചോണ്ട് നമ്മളിതൊക്കെ ആഡ് ആക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ആഡ് ആക്കാറൊന്നുമില്ല. പാലും ഓട്സും ഇത് എന്താണ് ഇത് മാത്രം ഇടും, പഴം മാത്രം ഇട്ടിട്ട് ചെയ്യാറാണ്. അപ്പോൾ 2-3 അണ്ടിപ്പരിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ബദാം ഇരിക്കുന്നുണ്ട്, ബദാമും നമുക്കിടാം. ഓട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മതി. മമ്മി നോക്കിയ പ്രോട്ടീൻ പൗഡറിന്റെ ഇതിൽ ഓട്സ് ഒക്കെ ഇട്ടിട്ട് എൻ്റെ അമ്മ കാണണ്ട. എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ ഇനി ഇവിടെയുള്ള പ്രോട്ടീൻ പൗഡർ എപ്പോൾ തീരും എനിക്ക് ഇതുപോലെ ഇട്ട് വെക്കണം എന്ന് പറയും. ഇഡ്ഡലി പോലെ ഉണ്ടല്ലേ, നോക്കിയേ. ഇഡ്ഡലി അല്ല കേട്ടോ. ഈ കുറച്ച് പാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണോ അടിയാത്തേ? വേണ്ടത് എന്നെ പറ്റിച്ചു ഗൈസ്. അടിയങ്ങട്ട് അടയ്ക്ക് ഒതുങ്ങി ഇരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം സംഭവിക്കൂല. ഇതെന്തായാലും വർക്കാവുന്നുണ്ട്, നോക്കട്ടെ. എല്ലാം മിക്സിയിലിട്ട് അടിക്കാം നമുക്ക്. അല്ല, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, വല്ലതും ഉണ്ടാക്കി തിന്നാൻ നമുക്ക്. മൂത്ത് റെഡി ആയിട്ടുണ്ട്. ആ ഷേക്കറിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചേ. വെറുതെ കുറച്ച് പട്ടിഷ കാണിച്ചല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഈ ഫുഡിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനാണല്ലോ. കുമ്പളങ്ങി തൈര് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള കാസർഗോഡ് സ്റ്റൈല് പുളിശ്ശേരി ഉണ്ടാക്കാം. ഈ കുമ്പളങ്ങേൻ്റെ കുരു എടുക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ എടുക്കുന്നില്ല. എടുക്കോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. എടുക്കുമോ കുമ്പളങ്ങേൻ്റെ കുരു എടുക്കുമോ? മമ്മി ഇല്ലാതൊക്കെ എനിക്ക് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. 2 ദിവസമായിട്ട് ഇങ്ങനെ ഒരാളുടെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം പെട്ടെന്ന് സംസാരിക്കാൻ ആളില്ലാതായപ്പോൾ എനിക്ക് ഭയങ്കര ബോറടിക്കുന്നു. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇടാം. അടാക്കാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ്. തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ? ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് അരവ് ചേർക്കണം. അരവിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ്. പിന്നെ അതിലേക്ക് ജീരകം ഇടണമെന്ന് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കറിയിലിടുന്ന ജീരകം ഇതാണെന്ന് എനിക്കറിയില്ല. ഈ കുറച്ച് മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ അതിലിട്ട് വെച്ചോണ്ട് കുഴപ്പമില്ല. പക്ഷെ അരവിനൊരു കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളെ അമ്മമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഞാനൊരു 5 മിനിറ്റ് നിന്നപ്പോഴത്തേക്ക് എൻ്റെ മുഖമൊക്കെ ഫുള്ള് വേർത്ത്. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ആക്കാം. മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ടുള്ള മോര് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കുറച്ച് വെളിച്ചെണ്ണ ഇതാക്കാം. കറിവേപ്പില ഇല്ല, പക്ഷെ നമ്മൾ കറിവേപ്പില ഉണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ആക്കാം. പുകയൊക്കെ ഇടണേ. കുറച്ച് കടുകിട്ട് വെക്കാം. അപ്പം ഇതാണ് ഫൈനൽ സ്റ്റേജ് ഓഫ് പുളിശ്ശേരി. എനിക്ക് കണ്ടിട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ അമ്മേൻ്റെ ചെയ്യണത്ര വരുമൊന്നുമില്ല. പക്ഷേ എന്തായാലും മറ്റേ കുഴപ്പമില്ല, രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് അടിപൊളിയായിട്ടുള്ള എൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു ചമ്മന്തി ഉണ്ട്. ചുവന്ന മുളക്, അതായത് വറ്റൽമുളക്, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില, പിന്നെ ചെറിയൊരു പുളീൻ്റെ കഷ്ണം. അപ്പോഴേ അത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിൽ ഇടുക. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. അപ്പം നമ്മൾ അടുക്കള യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ക്ലീൻ ആക്കി വെക്കുക. ഒന്ന് തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടെങ്കിൽ അതൊക്കെ ഇതെന്താ കഴുകി വെച്ച് നല്ല ക്ലീൻ ആക്കി വെക്കുക. കാരണം അടുത്ത് ചിലപ്പോൾ കുക്ക് ചെയ്യാൻ അമ്മയോ അല്ലെങ്കിൽ പെങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരെങ്കിലും വരുന്ന സമയത്ത് അവർക്ക് അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ഒരു ചടപ്പ് തോന്നരുത്. നമ്മൾ ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ പണി എടുക്കുന്നവർക്ക് ഒരു വൃത്തിയാണ്. എന്താ പറയുക, നമുക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്കൊരു സുഖമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ക്ലീൻ ആക്കി കഴിയുമ്പോൾ ഉള്ള ഒരു അടുക്കള കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കാം. ഫുഡ് റെഡിയാണ്. ചോറ്, മുട്ടാംപ്ലേറ്റ്, പുളിശ്ശേരി, ചമ്മന്തി. എഡിറ്റാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കട്ടുമ്പോൾ കിടന്നതാണ്. പക്ഷെ അതിൽ തന്നെ ഉറങ്ങിപ്പോയി. കോഫി കുടിക്കാൻ വെച്ചു. അപ്പോൾ പിന്നെ പഴമുണ്ട്. പിന്നെ വേറൊരു ബിസ്ക്കറ്റ് ഉണ്ട്. ഞാൻ നല്ല ബിസ്ക്കറ്റ് പറഞ്ഞ് വാങ്ങിച്ചതാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ പോകുമ്പോഴേ ഡ്രസ്സ്, വരുമ്പോഴേ ഡ്രസ്സ് എന്ന് പറയാൻ പറഞ്ഞു പാർവതിന്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് അത്ര. അത് ഒരാവശ്യം ഉണ്ടായില്ല. അത് പ്രഷർ നോട്ട് ചെയ്യൂലായിരുന്നു. അപ്പൊ അവള് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എടി കാണിക്കില്ല, ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെ ഇത് ഇട്ടിട്ടുള്ളത്. അപ്പൊ കരിമീനെന്നോ ചെമ്മീനെന്നോ കൊഞ്ചോ വളയപ്പാനോ, വളയപ്പാനല്ല പാമ്പാണ്. മാർക്കറ്റിൽ നിന്ന് അവധിയായിരുന്നു. ചെമ്മീനും കിട്ടില്ല, കരിമീനും കിട്ടില്ല. എന്നെ കേറ്റൂലെന്ന് പറഞ്ഞു. മമ്മി മാത്രം കയറിയാ ഇവള് പോയിക്കോ തിരിച്ചെന്ന് പറഞ്ഞതാ. കരിമീൻ പൊള്ളിക്കണ്ടേ, കരിമീൻ കൊണ്ടുവരണ്ടേ. നമ്മുടെ കാക്കനാട് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മീനൊന്നും, അതായത് കായൽ മീനൊന്നും അത്ര സുഖമില്ല. ഇപ്പൊ കരിമീനൊക്കെ വാങ്ങിച്ചാൽ ടേസ്റ്റ് ഇല്ല. അവൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് കരിമീൻ. കരിമീൻ വറുത്തെടുത്ത് അവൾ തിന്നോളും. അതുപോലെ ഇപ്പൊ ഇത്ര നാൾ വന്നിട്ട് ഇവർക്ക് കൊഞ്ച് കിട്ടിയിട്ടില്ല. മറ്റേ സാധാ നമ്മുടെ നാരഞ്ചെമ്മീൻ അത്ര സൈസൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ ഇവർക്ക് കൊഞ്ച് കഴിക്കണമെന്ന് ആഗ്രഹമാണ്. ഇതൊക്കെ വിചാരിച്ച് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റ് അടച്ചിട്ടിരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? പ്രാവശ്യത്തേക്ക് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. കരിമീൻ പൊള്ളിച്ചൊക്കെ കാണാൻ നിൽക്കായിരുന്നു. നിങ്ങളിനി ഫുഡ് വ്ലോഗുകൾ കാണാതിരിക്കുന്നത് അല്ല, ഡയറ്റ് വേണം. തിന്നിട്ട് ഇവിടുന്ന് വയറിളക്കാം. വ്ലോഗ് ഞങ്ങളുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ. ഒരു ഉമ്മ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്പൊ 2 ഉമ്മയായി.